ഹായ്, എൻ്റെ പേര് അഞ്ജന. എൻ്റെ വീട് കൊല്ലത്താണ്. കൊല്ലത്ത് കൊട്ടാരക്കരയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ബ്രില്യൻറ്റിലെ 2024 S2 ബാച്ചിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. MBBS എന്നൊരു മഹത്തായ സ്വപ്നമായിരുന്നു ഞാൻ ബ്രില്യൻറ്റിലേക്ക് എത്തിയത്. ബ്രില്യൻറ്റിലെ എല്ലാ ഫാക്കൽറ്റീസും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 2024 നീറ്റ് എക്സാമിൽ എനിക്ക് ആ MBBS എൻ്റെ ഒരു സ്വപ്നം നേടിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്കോർ തന്നെ എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവുമുണ്ട്. ബ്രില്യൻറ്റിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പം ഞാൻ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത്. അപ്പം ഞാൻ പഠിച്ചിരുന്ന ഒരു സിസ്റ്റം എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി അല്ലായിരുന്നു എൻ്റേത്. ഞാൻ എക്സാമിന് മുന്നേ ഉള്ളൊരു പഠിത്തം, ആ ഒരു പഠന രീതി മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ബ്രില്യൻറ്റിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ആ ഒരു പഠന രീതികൾക്കൊക്കെ ഒരു ചിട്ട വന്നു. അതായത് ബ്രില്യൻറ്റിലെ മെൻറ്റേഴ്സ് ആയാലും അവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും അവരുടെ ഒരു മോട്ടിവേഷൻ കൊണ്ടിട്ട് എനിക്കൊരു ടൈം ടേബിൾ തയ്യാറാക്കി അത് ഫോളോ ചെയ്ത് പഠിക്കാനും അത് ആ ഒരു വർഷം ഫുൾ എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും എനിക്ക് പറ്റി. അതാണ് എൻ്റെ റിസൾട്ടിലേക്ക് നയിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ രാത്രി ഒരുപാട് ലേറ്റായിട്ടിരിക്കുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ രാത്രി ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ ഉറങ്ങിയിട്ട് ഒരു 4 മണിയാകുമ്പോൾ എല്ലാ ദിവസവും ഹോസ്റ്റലിൽ ആരും എഴുന്നേക്കാത്ത സമയത്ത് ഫസ്റ്റ് ഞാനായിരുന്നു എഴുന്നേൽക്കുന്നത്. അപ്പം ഞാനങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. എനിക്ക് വായിച്ച് പഠിക്കണമെന്നായിരുന്നു. അപ്പം അതിനെല്ലാമുള്ള സൗകര്യങ്ങൾ ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഹോസ്റ്റലിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം രാവിലെ ആയിരുന്നു ഞാൻ ബയോളജി NCERT വായിക്കാനും കെമിസ്ട്രി, ഫിസിക്സ് NCERT വായിക്കാനും ഒക്കെ രാവിലെ ആയിരുന്നു ഞാൻ ശ്രമിക്കാറുള്ളത്. അത് കഴിഞ്ഞ് മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ എല്ലാ മെറ്റീരിയൽസും ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു എൻ്റെ പഠനത്തിന്. പിന്നെ ഈ ഒരു ബ്രില്യൻ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോഡൽ എക്സാംസ് ആണ്. അതായത് അവരെ എല്ലാ മൺഡേയ്സിലും നമുക്ക് വീക്ക്ലി ടെസ്റ്റ് നടത്തുകയും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷൻസ് ഒക്കെ തീർന്നു കഴിഞ്ഞിട്ട് അവർ മോഡൽ എക്സാം നടത്തുകയും ചെയ്യും. അപ്പം എനിക്കൊക്കെ തുടക്കത്തിലൊരു 500 ആ ഒരു റേഞ്ചിലായിരുന്നു സ്കോർ വരുന്നത്. അപ്പം നല്ല വിഷമം ഉണ്ടാവുമായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്തും പ്രോഗ്രസ് കാർഡ് കൈ കിട്ടുന്ന സമയത്തൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ സ്കോറുകളൊന്നും അല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. ആ സ്കോറുകളിൽ നിന്നും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്കോറിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് ഈ എക്സാംസിലൂടെ അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. പിന്നീട് ഞാൻ ഈ എക്സാംസൊക്കെ എനിക്ക് ആ തെറ്റുകൾ തിരുത്തി അത് പഠിച്ചെടുക്കാനുള്ള ഒരു വഴിയായിട്ട് ഞാനത് കണ്ട് ബ്രില്യൻറ്റിലെ ഒരു എക്സാം പോലും മിസ് ചെയ്യാതെ മാക്സിമം അവർ തരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും തെറ്റിപ്പോയത് മാക്സിമം പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് പ്രതീക്ഷിച്ചതിലും നല്ലൊരു സ്കോർ എനിക്ക് ഈ കഴിഞ്ഞ നീറ്റിൽ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ സ്വപ്നത്തോടെയാണ് ഇവിടെ എത്തുന്നത്. ആ സ്വപ്നം നമ്മൾ അവസാനം വരെ നമ്മുടെ കൂടെ കൊണ്ടുപോകണം. ഒരിക്കലും പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാനല്ല നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനായി നമ്മളുടെ മാക്സിമം, നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ടാണെങ്കിലും അതിനുവേണ്ടി നമ്മളുടെ മാക്സിമം, നമ്മുടെ 100% കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതിന് ബ്രില്യൻറ്റ് ഫാമിലി നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു എഫേർട്ട് 100% കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ സ്വപ്നം കണ്ട MBBS സീറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.